ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഒരു ഈസി ബിഗിനർ ഫ്രണ്ട്ലി മേക്കപ്പ് ട്യൂട്ടോറിയലാണ്. സോ നിങ്ങളിത് സ്കിപ്പ് ചെയ്യാണ്ട് കാണാം. സോ നമുക്കധികം വളച്ചു കെട്ടില്ലാണ്ട് വീഡിയോയിലേക്ക് കിടക്കാം. ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദി വീഡിയോ. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ നല്ല കംഫർട്ടബിളായിട്ട് ഒരു നല്ല കുറച്ച് തണുപ്പുള്ള റൂമോ അല്ലെങ്കിൽ എയർ കണ്ടീഷൻഡ് ആയിട്ടുള്ള റൂമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ ഇരിക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് കംഫർട്ടബിളായിട്ട് ആദ്യം നല്ലപോലെ ഒന്ന് സാധനങ്ങളെല്ലാം ഫ്രണ്ടിൽ നിർത്തി വെച്ച് ഇരിക്കുക. അതാണ് നമ്മൾ ഫസ്റ്റത്തെ സ്റ്റെപ്പ്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ ഫേസ് നന്നായിട്ട് ക്ലെൻസ് ചെയ്ത് വൃത്തിയായിട്ട് വേണം നമ്മൾ മേക്കപ്പ് ഇടാൻ. അപ്പോൾ നമ്മൾ ഈ ഡേർട്ട് അല്ലെങ്കിൽ ഓയിലിൻ്റെ മേലെ മേക്കപ്പ് ഇട്ടാൽ ഒട്ടും നന്നായിരിക്കില്ല. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് ക്ലെൻസ് ചെയ്യാം. സോ സെക്കൻഡ് സ്റ്റെപ്പ് ഈസ് ടു ക്ലെൻസ് യുവർ ഫേസ്. അടുത്തത് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ടോണർ യൂസ് ചെയ്തിട്ട് അതിൻ്റെ മേലെ മോയ്സ്ചറൈസർ യൂസ് ചെയ്യാം. പക്ഷെ ഇതൊരു ബിഗിനർ ഫ്രണ്ട്ലി ആയതുകൊണ്ട് ടോണർ ഞാനിവിടെ യൂസ് ചെയ്യുന്നില്ല, പകരം നല്ലൊരു മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്യുന്നത്. സോ തേർഡ് സ്റ്റെപ്പ് ഈസ് ടു മോയ്സ്ചറൈസ് യുവർ സ്കിൻ thoroughly. ഞാനിവിടെ ന്യൂട്രിഡേമിൻ്റെ എൻ്റെ ഫേവറേറ്റ് മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്യുന്നത്. ഇത് എൻ്റെ സ്കിന്നിന് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു മോയ്സ്ചറൈസറാണ്. ഞാൻ കുറേ തേക്കും കേട്ടോ. അതായത് ഇത് കുറച്ചൊരു ഓയിലി സ്കിന്നിന് പറ്റിയ മോയ്സ്ചറൈസറാണ്. അപ്പോൾ നമ്മൾ ക്ലെൻസ് ചെയ്ത് അതിൻ്റെ മേലെയാണല്ലോ ഈ മോയ്സ്ചറൈസർ ഇടുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒന്നുകൂടിയും കുറച്ചുകൂടി നല്ലപോലെ ഒരു ഫിനിഷൊക്കെ വരണമെങ്കിൽ നിങ്ങൾക്ക് ടോണർ യൂസ് ചെയ്തതിൻ്റെ മേലെ മോയ്സ്ചറൈസർ യൂസ് ചെയ്യാം. പക്ഷെ ഇതൊരു ബിഗിനർ ഫ്രണ്ട്ലി ആയതുകൊണ്ടാണ് ഞാൻ ടോണർ യൂസ് ചെയ്യാത്തത്. നെക്സ്റ്റ്, നമ്മൾ ഫേസ് മാത്രം മോയ്സ്ചറൈസ് ചെയ്താൽ പോരല്ലോ, നമ്മളെ ലിപ്സും അതേപോലെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ നല്ലൊരു ലിപ് ബട്ടർ എടുത്തിട്ട്, അല്ലെങ്കിൽ ലിപ് ബട്ടറോ ലിപ് ബാമോ എന്തെങ്കിലും എടുത്തിട്ട് നല്ലപോലെ ലിപ്സും മോയ്സ്ചറൈസ് ചെയ്യുക. ഞാൻ അവിടെ എർത്ത് റിതം എന്ന ബ്രാൻഡിൻ്റെ ലിപ് ബട്ടറാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇതാണ് യൂസ് ചെയ്യുന്നത്. അതിന് മുന്നേ ഗൈസ് ഒരു കാര്യം മറന്നുപോയി, മുടി നല്ലോണം ഒന്ന് കെട്ടി ഒതുക്കി വെക്കുക. അത് ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ മുഖത്ത് നല്ലപോലെ പിഗ്മെൻറ്റേഷൻ ഒക്കെ ഉണ്ട്. ഇവിടെ അണ്ടർ ഐ മേലൊക്കെ നല്ലപോലെ ഒരു ഡാർക്ക്നെസ് ഉണ്ട്. അപ്പോൾ അത് നമ്മൾ മറയ്ക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു കളർ കറക്ടറാണ് യൂസ് ചെയ്യുന്നത്. ഞാനിവിടെ യൂസ് ചെയ്യുന്ന കളർ കറക്ടർ ഒരു കൺസീലറാണ്. അത് എൻ്റെതിനെക്കാട്ടിലും കുറച്ചുകൂടി ഷെയ്ഡ്, അത് ഒന്നുകിൽ എൻ്റെ അതേ ഷെയ്ഡ് അല്ലെങ്കിൽ എൻ്റെ സ്കിൻ ടോണിനെക്കാട്ടിലും ഷെയ്ഡ് കുറഞ്ഞ ഒരു കൺസീലർ ഷെയ്ഡാണ് ഞാൻ യൂസ് ചെയ്യാറ്. അപ്പോൾ ഞാൻ അങ്ങനെയാണ് എൻ്റെ പിഗ്മെൻറ്റേഷൻ കവർ ചെയ്യാറ്. നിങ്ങൾക്കിപ്പോൾ നല്ലപോലെ ഡാർക്ക്നെസ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഓറഞ്ച് കറക്ടർ യൂസ് ചെയ്യണം. അത് കറക്ടർ യൂസ് ചെയ്യുമ്പോഴാണ് ആ ഒരു ടോൺ ഉണ്ടല്ലോ അത് ന്യൂട്രലൈസ് ആവുക. അതായത് നമ്മൾ കറുപ്പിൻ്റെ മേലെ ഓറഞ്ച് അല്ലെങ്കിൽ ഒരു പീച്ച് കളർ സംഭവം ഇടുമ്പോൾ അത് അങ്ങോട്ട് ന്യൂട്രലൈസ് ആവും, ആ കളർ അത് ക്യാൻസൽ ആയി പോകും. എന്നിട്ട് അതിൻ്റെ മേലെ ഫൗണ്ടേഷൻ തേക്കുമ്പോൾ നല്ലൊരു നാച്ചുറൽ ഫിനിഷും. അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് അല്ലെങ്കിൽ ഗ്രേ കളർ വരും മേക്കപ്പിന്, ഒരു പുട്ടിയിടിച്ച ഫീലിംഗ് ഉണ്ടല്ലോ, അത് കറക്റ്റായിട്ട് കാണും ഈ കളർ കറക്ടർ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ. ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് കെ ബ്യൂട്ടീൻ്റെ കൺസീലറാണ് ഇൻ ദ ഷെയ്ഡ് 140Y. ഇത് എൻ്റെ ഷെയ്ഡ് തന്നെയാണെന്ന് പറയാം. എൻ്റെ ഷെയ്ഡിനെക്കാട്ടിലും ഒരു പീച്ച് കളറാണ് ഇതിനുള്ളത് കണ്ടോ. അപ്പോൾ എൻ്റെ ഈ പിഗ്മെൻറ്റേഷനെല്ലാം അതങ്ങോട്ട് ക്യാൻസലായി പോകും. ഞാൻ വാരിക്കോരിയാണ് ഇത് തേക്കാറ്. ഈ കൺസീലർ കണ്ടില്ല, എൻ്റെ ബോട്ടിൽ വരെ തീർന്നു. തോണ്ടി എടുക്കേണ്ടി വരും. കണ്ണിൻ്റെ ഇവിടെയൊക്കെ നല്ലോണം തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ, കാരണം ഡാർക്ക് സർക്കിൾസ്. ഇൻസൈറ്റിൻ്റെ ഒരു കളർ കറക്ടർ പാലറ്റ് ഉണ്ട്. അത് ഭയങ്കര അഫോർഡബിളുമാണ്. അത്യാവശ്യം നല്ല ഒരു ഓറഞ്ച് കളർ ഉള്ള ഒരു സംഭവം, ഭയങ്കര അഫോർഡബിൾ സാധനമാണ്. അത് ബിഗിനേഴ്സിനാണെങ്കിൽ അത് യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. പിന്നെ ഈ ഒരു ബ്രഷ് മാർസിൻ്റെ ബ്രഷാണ്. ഇതിപ്പം നമ്മളിപ്പോൾ ട്രാവൽ ചെയ്യുകയാണെങ്കിലും എന്തിനാണെങ്കിലും ഇത് ഭയങ്കര കൺവീനിയൻ്റ് ആണ്. ഇപ്പുറത്ത് ഈ ഫൗണ്ടേഷൻ യൂസ് ചെയ്യുന്ന ബ്രഷ് ഉണ്ട്, പൗഡർ യൂസ് ചെയ്യുന്ന ബ്രഷ് ഉണ്ട്, പിന്നെ ഇത് തുറന്നാൽ ഉള്ളിൽ കണ്ടോ. അപ്പം ചെറുതായിട്ട് ഒരു ഐ മേക്കപ്പ് ചെയ്യണമെങ്കിൽ അതിന് പറ്റിയൊരു ഒരു ബ്രഷ് ഉണ്ട്. അതും പോരാഞ്ഞിട്ട് വേറൊരു ബ്രഷും കൂടി ഉള്ളിൽ. ഈ 4 ബ്രഷാണ് ടോട്ടൽ. ഇത് ഭയങ്കര അഫോർഡബിളാണ്. ഞാൻ റേറ്റ് ഇവിടെ വേണ്ടി കൊടുക്കാം, ഭയങ്കര അഫോർഡബിളുമാണ്. അപ്പോൾ ഞാൻ ഈ ബ്രഷാണ് ഇപ്പോൾ യൂസ് ചെയ്യാറ്. എൻ്റെ കറൻറ്റ് ഫേവറേറ്റാണ്. നല്ല ഫിനിഷും തരുന്നുണ്ട് കേട്ടോ. ഇത് നമ്മുടെ ഈ കൺസീലേഴ്സ് മൊത്തം ഒന്ന്
നല്ലപോലെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണ്ടേ. അടുത്തത് നമ്മൾ ഫൗണ്ടേഷൻ ഇടാൻ പോവാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാം. ആക്ച്വലി ഇങ്ങനത്തെ ഒരു കളർ കറക്റ്റർ, അതായത് നമ്മൾ സെയിം ഷെയ്ഡുള്ള ഒരു കൺസീലർ കിട്ടുകയാണെങ്കിൽ ബാക്കിയൊക്കെ നമുക്ക് ഒപ്പിക്കാം. ഈ ഒരൊറ്റ കറക്റ്റർ, അതായത് ഈ കൺസീലർ മതി. ഒരു മീഡിയം സ്കിൻ ടോണിന് പറ്റിയൊരു കൺസീലറാണിത്. ഇത് യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ബ്ലഷ് ഇടുക, സംഭവം തീർക്കുക. ആ ഒരു പരിപാടി അതിലേക്കാൾ എളുപ്പമാണ്. പക്ഷെ ഞാൻ ഒരു സ്റ്റെപ്പും കൂടി ആഡ് ചെയ്യുന്നത് കുറച്ചൊരു കവറേജ് വേണ്ട ആൾക്കാർക്ക് ഉണ്ടാവുമല്ലോ. അതായത് ഈ പാടുകൾ, ഇവിടുത്തെ പാടുകളൊക്കെ കാണാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ നമ്മൾ ഫൗണ്ടേഷൻ യൂസ് ചെയ്യും. അപ്പം ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത് കെ ബ്യൂട്ടീൻ്റെ ഫൗണ്ടേഷൻ തന്നെയാണ്. ഇതും കെ ബ്യൂട്ടീൻ്റെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഫൗണ്ടേഷൻ ഞാൻ നോർമലി എങ്ങനെയാണ് എടുക്കുക വെച്ച് കഴിഞ്ഞാൽ കൈയിൻ്റെ ഇവിടെ ഇങ്ങനെ ഉണ്ടാവും. ഒരൊറ്റ പമ്പ് യൂസ് ചെയ്യുള്ളൂ. എന്നിട്ട് കൈ കൊണ്ട് ഡോട്ടായിട്ട് ഇട്ട് കൊടുക്കും. എന്നിട്ട് ആ ഭാഗം അപ്പം തന്നെ ബ്ലെൻഡ് ചെയ്യും. നമുക്ക് വേണമെങ്കിൽ മറ്റേ സ്പോഞ്ച് ഉണ്ടല്ലോ, അത് നന്നായിട്ട് വെറ്റ് ചെയ്തിട്ട് നന്നായിട്ട് പിഴിഞ്ഞിട്ട് അത് യൂസ് ചെയ്യാം. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, ഈ കോമ്പാറ്റബിൾ ബ്രഷാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. ഇതേപോലെ അടുത്ത ഭാഗത്ത് ഇതേപോലെ. ഇത് എൻ്റെ ഷെയ്ഡ് ആവാൻ മീൻസ് എൻ്റെ അതേ ഷെയ്ഡാണ്. ഞാനതെങ്ങനെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ, ഞാൻ ആദ്യം ഒരു ഷെയ്ഡ് വാങ്ങി, അത് പാളിപ്പോയി, എൻ്റെ ഷെയ്ഡല്ല. അങ്ങനെ വാങ്ങി ലാസ്റ്റ് ടെസ്റ്റ് ചെയ്തിട്ടാണ് സെറ്റായത്. അല്ലാണ്ട് ഒറ്റയടിക്ക് വാങ്ങിയപ്പോൾ തന്നെ എൻ്റെ സെയിം ഷെയ്ഡ് എനിക്ക് കിട്ടിയിട്ടില്ല ഫൗണ്ടേഷൻ. അപ്പം ഞാൻ ഇവിടെയൊക്കെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തു. ഇനി നെറ്റിയിൽ ആഡ് ചെയ്യാണ്ട്, അപ്പോൾ അതിന് ഒരു പമ്പും കൂടി ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. ഒരൊറ്റ പമ്പ്, ഉള്ളി വൺ. നല്ലപോലെ അപ്ലൈ ചെയ്തിട്ട് ബ്ലെൻഡ് കരും. ഇട്ടതിൻ്റെ മേലെ തന്നെ വീണ്ടും ഇടാണ്ട് നോക്കുക. അങ്ങനെ ചെയ്താൽ ഒന്നുകൂടി നന്നായിരിക്കും. കുറേ നേരം ലോങ് ലാസ്റ്റും ചെയ്യും. ഈ ലെയേഴ്സ് കൂട്ടാണ്ട് നോക്കുക, അതാണ് ഏറ്റവും നല്ലത്. നിങ്ങൾ ബ്ലെൻഡ് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഇങ്ങനെ തേക്കരുത്. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അങ്ങനെയാണ് ബ്ലെൻഡ് ചെയ്യേണ്ടത്. സ്പഞ്ചും അതെ, നമ്മൾ ആ മറ്റേ സ്പോഞ്ച് പോലത്തെ സാധനം ഉണ്ടല്ലോ, ബ്ലെൻഡർ, അതും ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. നല്ല കറക്റ്റ് സ്കിന്നിലോട്ട് നമ്മൾ ബ്ലെൻഡ് ചെയ്യിക്കുന്നതാണ്. അങ്ങനെയാണ്. പിന്നെ കഴുത്തിലിടാനും മറക്കരുത്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലഷാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി മുഖം ഒന്ന് ഇങ്ങനെ സ്കൾപ്റ്റൊക്കെ ചെയ്യുക. ഈ ചിന്ന് അതൊക്കെ നന്നായിട്ട് സ്കൾപ്റ്റ് ചെയ്യണമെങ്കിൽ, ഷെയ്സൽ പോലെ ആക്കണമെങ്കിൽ കോണ്ടൂറൊക്കെ ചെയ്യാം കേട്ടോ. പക്ഷെ നമ്മൾ ഒരു ബിഗിനർ ഫ്രണ്ട്ലി മേക്കപ്പ് ആയതുകൊണ്ട് ബ്ലഷ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. സോ ഐ എം ഗോണ യൂസ് എർത്ത് റിതമിൻ്റെ ലിപ്സ്റ്റിക് ടിപ്പ്. ഈ സാധനം ഇത് ഭയങ്കര അഫോർഡബിളാണ്, ഭയങ്കര പിഗ്മെൻറ്റഡ് ആണ്, നല്ല ഒരു ഗ്ലോ തരും. ഹൈലൈറ്റർ ഇടേണ്ട ആവശ്യമില്ല, ഇതിട്ടാൽ നല്ലൊരു ഗ്ലോ വരും. അപ്പോൾ ഇത് നമ്മൾ എവിടെയാണ് ഇടേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഹൈയസ്റ്റ് പോയിൻറ്റ്സ് അല്ല, നമ്മൾ ചീക്കിലാണെങ്കിൽ, ഇപ്പം നിങ്ങളെ മുഖം കുറച്ച് നല്ല റൗണ്ട് അല്ലെങ്കിൽ ചബ്ബി ഫേസ് ആണെങ്കിൽ മാക്സിമം ഇവിടെ ഒഴിവാക്കുക. പകരം ഇങ്ങോട്ടേക്ക് ഇടുക. ഇപ്പം നിങ്ങളെ മുഖം നന്നായിട്ട് ഇങ്ങനെ കുറച്ചും ഇങ്ങനെ കോണിക്കൽ, അതായത് ഒരു കറക്റ്റ് റൗണ്ട് അല്ല, ഇങ്ങനെ ഓവൽ ഷേപ്പാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങോട്ടേക്ക് ഇടാം. അല്ലാണ്ട് ഈ ചബ്ബി ഫേസിന് ഇവിടെ ഇടുമ്പോൾ അത് ഓവറായിട്ട് കവളുള്ള പോലെ തോന്നിക്കും. സോ ഞാൻ എപ്പോഴും ചെയ്യാറ് ഇവിടെ നിന്ന് ഇങ്ങനെ പോകാറാണ്. അപ്പോൾ എൻ്റെ ഫേസ് ഒന്നുകൂടി ഇങ്ങനെ നീളം വെച്ച പോലെ തോന്നും. അതാണ് ഞാൻ ചെയ്യാറ്. നിങ്ങൾക്ക് ബ്ലഷ് ബ്ലെൻഡ് ചെയ്യാം, ഒന്നെങ്കിൽ കൈ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഈ ബ്രഷിൻ്റെ ഈ ഭാഗം യൂസ് ചെയ്യാം. പക്ഷേ ഇത് ഞാൻ വല്ലാണ്ട് റെക്കമെൻഡ് ചെയ്യുന്നില്ല, കാരണം ഇത് പൗഡർ ചെയ്യുന്ന ബ്രഷാണ്. ഇത് കണ്ടോ, നല്ലപോലെ ബ്ലെൻഡ് ചെയ്യാം. കുറച്ച് കൂടിയ പോലെ തോന്നും, പക്ഷേ ഡോണ്ട് വറി, ഇതെല്ലാം കുറയും. കുറച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ കുറഞ്ഞു വരും. ഞാൻ ഇങ്ങ് വരെ ഇത് ബ്ലെൻഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതൊരു ഇങ്ങനെ പോകുന്ന പോലെ ആക്കുന്നുണ്ട്. കണ്ടോ, ഇത് കുറയും, നിങ്ങൾ പേടിക്കരുത്, ഇത് കുറയും. കുറച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം കുറയും. ബ്ലഷ് കുറച്ച് മൂക്കിലും കൂടി അപ്ലൈ ചെയ്യണം കേട്ടോ. മൂക്കിൽ ഈ ഒരു പോയിന്റിൽ, അതായത്
ഈ പോയിന്റ് ഉണ്ടല്ലോ, അവിടെയാണ് അപ്ലൈ ചെയ്യേണ്ടത് നല്ലപോലെ. അല്ലാണ്ട് ഇങ്ങനെ അപ്ലൈ ചെയ്യരുത്. ഇവിടെ ഒരു പിങ്ക് നോസ് കിട്ടൂലേ, ഇപ്പോഴത്തെ വേറെ ട്രെൻഡ് ഉണ്ട്. അതായത് ഇവിടെ അപ്ലൈ ചെയ്ത് ഇങ്ങനെ പോകുന്നൊരു ട്രെൻഡ് ഉണ്ട്, ബ്ലഷ് ബ്ലൈൻഡ്നെസ് എന്ന് പറയും. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാം. പിന്നെ അത് ഇവിടെ അപ്ലൈ ചെയ്യും. പിന്നെ കുറച്ച് ഇതേ തന്നെ, ഞാൻ വേറെ എക്സ്ട്രാ ഒന്നും എടുക്കുന്നില്ല. ഇവിടെയൊക്കെ യൂസ് ചെയ്തതിൻ്റെ സെയിം ബാക്കി തന്നെ അവിടെ യൂസ് ചെയ്യുന്നത്. കണ്ടോ, അതിനൊക്കെ ഒരു ചെറിയൊരു കളറ് വരുന്നതാണ്. ബ്രഷ് ഇങ്ങനെ തേക്കരുത്. ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ബ്ലെൻഡ് ചെയ്യാണ് വേണ്ടത്. ഒരു നാച്ചുറൽ ഫിനിഷിന് എപ്പോഴും സ്കിന്നിലോട്ട് അതിനെ ഉള്ളിലോട്ടാക്കണം. അപ്പോൾ നമ്മൾ ഒരിക്കലും ഇങ്ങനെ ആക്കരുത്. ജസ്റ്റ് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്യും നമ്മളെ. ഓക്കെ, അപ്പോൾ നമ്മൾ ഫുള്ള് ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞു. കണ്ണിന് കുറച്ചുകൂടെ ഡയമെൻഷൻ വേണമെങ്കിൽ, അതായത് കണ്ണിൽ എന്തെങ്കിലും ഒന്നും ഇട്ടില്ലല്ലോ എന്നുള്ള തോന്നൽ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ബ്ലഷ് തന്നെ യൂസ് ചെയ്യുക. ബ്ലഷ് തന്നെ കുറച്ച് കണ്ണിൻ്റെ മേലെ അങ്ങോട്ട് ഇട്ടുക, വളരെ കുറച്ച്, എന്നിട്ട് അങ്ങോട്ട് സ്മഡ്ജ് ചെയ്യാം. അതിന് ഞാൻ ഈ ബ്രഷ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഏത്, ഇതിൻ്റെ ഉള്ളിലുള്ള ബ്രഷ് കേട്ടോ, ഈ ഒരു ബ്രഷ്. കുറഞ്ഞും തോന്നിപ്പോയാൽ കുറച്ചുകൂടി ഇടും. ഓവറാക്കരുത്, ഓവറായി തോന്നി. നിങ്ങൾക്ക് ഏതെങ്കിലും പാലറ്റ് യൂസ് ചെയ്യാം. പാലറ്റ് ഇപ്പോൾ കുറേ അഫോർഡബിൾ റേഞ്ചിൽ അത്യാവശ്യം നല്ല പിഗ്മെൻറ്റേഷനുള്ള പാലറ്റ്സ് വാങ്ങിക്കാൻ കിട്ടും, അത് യൂസ് ചെയ്യാം. ഇനി നമ്മൾ ഈ മുഖത്ത് തേച്ചതൊന്നും ഞാൻ തൊടുമ്പോഴോ ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങാൻ പാടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഫേസ് മേക്കപ്പ് എല്ലാം സെറ്റ് ചെയ്യണം. നമ്മൾ സെറ്റിംഗ് സ്പ്രേ ഉണ്ട്, പക്ഷെ സെറ്റിംഗ് സ്പ്രേൻ്റെ മുന്നേ നമ്മൾ ഈ ഫേസ് ഒന്ന് പൗഡർ ചെയ്യണം. പൗഡർ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്നുകൂടി അവിടെ നിൽക്കും. അപ്പം ആദ്യം കണ്ണിൻ്റെ അടിയിൽ നല്ലപോലെ പൗഡർ ചെയ്യണം. കാരണം ഇവിടെ ഞാൻ പറഞ്ഞില്ല, നേരത്തെ പറഞ്ഞ പോലെ ഈ ചുളിവുകൾ വീഴും എപ്പോഴും. അപ്പോൾ നമ്മൾ ആദ്യം കണ്ണിൻ്റെ അടിയിൽ നല്ലപോലെ പൗഡർ ചെയ്യണം. പിന്നെ ഈ ഭാഗം ഇവിടെയൊക്കെയാണ്. ബാക്കിയുള്ളിടത്ത് പൗഡർ ചെയ്തില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. കാരണം നമുക്കതൊരു ഗ്ലോയി ബേസ് വേണമെങ്കിൽ അങ്ങനെ പൗഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പം തന്നെ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും, ചെറുതായിട്ടൊരു ഹൈലൈറ്റിങ്, ഒരു ഗ്ലോ വരുന്നില്ല. അത് ആ ലിപ്പ് ആൻഡ് ചീക്ക് ടിൻറ്റിന് ഓൾറെഡി ഒരു ടിൻറ്റ് ഉള്ളതാണ്, ഒരു ഹൈലൈറ്റിങ് ഇതുള്ളതാണ്, അത്രേ ഉള്ളൂ. അപ്പോൾ കാജൽ എപ്പോഴും യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ഈ വാട്ടർ ലൈൻ എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, ഈ കണ്ണിൻ്റെ അടിയിലുള്ള ഈ ലൈൻ, അതാണ് വാട്ടർ ലൈൻ. അപ്പോൾ അവിടെ ആദ്യം കുറച്ച് എഴുതി കൊടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക. ഇപ്പം നിങ്ങളെ കണ്ണ് നാച്ചുറലി ഇങ്ങനത്തെ ഒരു ഷേപ്പാണല്ലോ. അപ്പോൾ ഇവിടെ ഉണ്ടല്ലോ ഈ പാർട്ടിൽ നിന്ന് തുടങ്ങിയിട്ട് വേണം അങ്ങോട്ടേക്ക് പോവാൻ. അയ്യോ, ഓക്കെ, നമ്മൾ പാനിക്കാവരുത്. എന്ത് അബദ്ധം പറ്റിയാലും നമ്മൾ പാനിക്കാവരുത്. അത് എല്ലാത്തിനും ഒരു സൊല്യൂഷൻ ഉണ്ടാവും എന്ന് കരുതി ഒന്ന് മെല്ലെ ഒന്ന് ബ്രേക്ക് എടുത്തിട്ട് അത് ശരിയാക്കാം. എന്നിട്ട് ഈ മോളിൽ കണ്ടോ, ഈ മോളിൽ ഇതേപോലെ ഒരു ലൈൻ ഉണ്ടല്ലോ, അതിനാണ് ടൈറ്റ് ലൈൻ എന്ന് പറയുന്നത്. ആ ടൈറ്റ് ലൈനും ഇതേപോലെ ബ്ലാക്ക് റെഡി ചെയ്യണേ, ഇത്രേ ഉള്ളൂ. അതേപോലെ ബ്ലാക്ക് മേലെയും ചെയ്യാം, ഇത്ര ചെയ്യുന്നുള്ളൂ. ബാക്കിയൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്മഡ്ജ് ചെയ്യാം, നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ പരത്താം, സ്മോക്കി ആക്കാം, ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ. ഇതൊരു സിമ്പിൾ മേക്കപ്പാണ്, ഇത്ര മതി. ഇതന്നെ അപ്പുറത്തെ കണ്ണിലും ചെയ്യാം. അടുത്ത സ്റ്റെപ്പ് നമ്മളെ ഈ കൺപീലുകളുണ്ടല്ലോ, ഐലാഷ്, അതൊന്ന് നല്ലപോലെ മസ്കാര ഇട്ടിട്ട് സെറ്റ് ചെയ്യാൻ പോവാണ്. മസ്കാര ഇടുമ്പോൾ എപ്പോഴും ഇങ്ങനെ, ഇപ്പോൾ കേളിങ് മസ്കാര ആണെങ്കിൽ നമ്മൾ ആദ്യം ഈ തലയൊന്ന് കഴുത്തൊന്ന് കുറച്ച് പൊന്തിച്ചിട്ട് കണ്ണാടി താഴെയാക്കിയിട്ട് ഇങ്ങനെയാണ് ചെയ്യുക. ഓക്കെ, താഴേന്ന് മുകളിലോട്ട് അങ്ങനെ, എന്നിട്ട് ഇങ്ങനെ കണ്ണടച്ചു കൊടുക്കുക. ഓക്കെ, അങ്ങനെയാണ് ചെയ്യുക.
മസ്കാര ഓവറായിട്ട് ഇട്ടാൽ ഈ പീലിയൊക്കെ ഒക്കെ കൂടി ഒന്ന് ഒട്ടിപ്പിടിക്കണ പോലെ തോന്നും. ഒട്ടിപ്പിടിച്ചിട്ട് ഒരു ജാതി ഒരു വൃത്തികെട്ട ഒരു ഫിനിഷായിട്ട് മാറും. മസ്കാര ഇടുമ്പോൾ നമ്മൾ ഓവറോൾ കണ്ണൊക്കെ നന്നായിട്ട് ഇങ്ങനെ പോപ്പ് ചെയ്യും. ശരിക്കും അത് നല്ലൊരു എസെൻഷ്യൽ മേക്കപ്പ് സ്റ്റെപ്പാണ് മസ്കാര ഇടുന്നത് കേട്ടോ. കാരണം മസ്കാര ഇടുമ്പോൾ നമ്മളെ കണ്ണ് ഓവറോൾ അങ്ങോട്ടൊന്ന് ഇങ്ങനെ പോപ്പപ്പ് ആയിട്ട് വരും. അത് ശരിക്കും ഒരു എസെൻഷ്യൽ. വേറെ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ മസ്കാര ഒരിക്കലും മറക്കാൻ പാടില്ല. ഫൈനൽ നമ്മളെ ലിപ്സ്റ്റിക്. നോർമലി നമുക്ക് ജസ്റ്റ് ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്തിട്ട് അങ്ങനെ വിടാം. പക്ഷെ ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് എൻ്റെ ലിപ്പ് നല്ല പോലെ ലൈൻ ചെയ്യുന്നുണ്ട്. ഒരു ഡാർക്കർ ഷെയ്ഡ് എടുത്തിട്ടാണ് നമ്മളെപ്പോഴും ലിപ്പ് ലൈൻ ചെയ്യുക. എന്നിട്ട് ഒരു ലിപ്സ്റ്റിക്ക്. ഇത് കെ ബ്യൂട്ടിൻ്റെ ലിപ്സ്റ്റിക്കാണ് കേട്ടോ. മറ്റേ എന്താണ് ഹൈഡ്രാ ക്രീം ലിപ്സ്റ്റിക്ക്. നല്ലൊരു ഗ്ലോസി ഫിനിഷുമാണ് തരിക. ഈ ഷെയ്ഡ് കണ്ടോ, ഏകദേശം ഈ ഷെയ്ഡായിട്ട് ഒരു ജസ്റ്റ് ഒരു ഡാർക്കറാണ്. അപ്പോൾ നമ്മൾ ലിപ് ലൈനർ എപ്പോഴും ചൂസ് ചെയ്യുമ്പോൾ അങ്ങനത്തെ ഷെയ്ഡ് യൂസ് ചെയ്യണം. ഏതാണോ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുന്നത് അതിൻ്റെ നല്ല ഡാർക്കർ ഷെയ്ഡ്. നല്ലൊരു ബ്യൂട്ടിഫുൾ ഷെയ്ഡായില്ലേ. ആക്ച്വലി ഇതല്ലേ ഇതിൻ്റെ കളർ. ഈ ലിപ് ഷെയ്ഡ് കുറച്ച് ഡാർക്കറായിട്ട് തോന്നുകയാണെങ്കിൽ ഞാൻ ചെയ്യുന്ന ഒരു ഹാക്കാണ് നിങ്ങൾക്ക് പറയാൻ പോകുന്നത്. ഈ കൈ കൊണ്ട് നമ്മൾ ഇങ്ങനെ ടാബ് ചെയ്യും. കണ്ടോ, ലൈറ്റർ ആയില്ലേ കുറച്ച്. ഇനിയും ലൈറ്റർ ആക്കണമെങ്കിൽ ഒരു ടിൻറ്റ് പോലെ വന്നില്ല, കുറച്ചുകൂടി ഒരു മ്യൂട്ടഡ് ആയ പോലെ ഇല്ലേ. ഇതാണ് ഞാൻ ചെയ്യാറുള്ള ഹാക്ക് പൊതുവെ കേട്ടോ. ആൻഡ് ഫൈനലി ആണ് ഞാൻ ഐബ്രോസ് ഫില്ല് ചെയ്യാറ്. ഞാൻ യൂഷ്വലി ചെയ്യാറ് ഒരു മസ്കാര യൂസ് ചെയ്യും. ഇപ്പം നല്ല, അതായത് അത്യാവശ്യം നല്ല ഷേപ്പിലും കുറച്ച് തിക്നെസ്സിലുള്ള ഐബ്രോസ് ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് മസ്കാര യൂസ് ചെയ്തിട്ടൊന്ന് ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി. ഈ ഐലാഷ് എങ്ങനെയാണോ ചെയ്തത് അതേപോലെ തന്നെ ഈ ഐബ്രോസ് അതേപോലെ ചെയ്താൽ മതി. പക്ഷെ ഞാനിപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു അതായത് ഐബ്രോ പെൻസിൽ യൂസ് ചെയ്തിട്ടാണ് ഫില്ല് ചെയ്യുന്നത്. അതും ഈ സെൻറ്ററിൽ നിന്ന് തൊട്ടിട്ടാണ് കേട്ടോ ഇത് ഫില്ല് ചെയ്യാൻ തുടങ്ങുന്നത്. ജസ്റ്റ് മേലെ, താഴെ അങ്ങനെ ചെയ്യുന്നില്ല, മേലെന്നാണ് തുടങ്ങുന്നത്. ഇത് കൈ കൊണ്ടൊന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ സ്മഡ്ജും ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ആ സ്പൂളി ഉണ്ടെങ്കിൽ അതായാലും മതി, അതുകൊണ്ട് ജസ്റ്റ് യൂസ് ചെയ്യാം. ഇങ്ങോട്ടേക്ക് വല്ലാണ്ട് ഐബ്രോ ഷേപ്പ് ചെയ്യരുത്. ഷേപ്പ് ചെയ്യാ വെച്ച് കഴിഞ്ഞാൽ പെൻസിൽ കൊണ്ട് ഷേപ്പ് ചെയ്യരുത്. ഇതൊന്ന് ഫില്ല് ചെയ്യുക ആൻഡ് ആ ഷേപ്പ് ഒന്ന് കറക്റ്റ് ചെയ്യുക. അത്രേ ഞാൻ ചെയ്യുന്നുള്ളൂ. കണ്ടോ, ഇത് ലാസ്റ്റ് ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ ആദ്യമേ ചെയ്താൽ അതിൻ്റെ മേലെ ഫൗണ്ടേഷൻ ആവും, പൗഡർ ആവും. അപ്പോൾ അതൊന്നുകൂടി നമ്മൾ ഇൻറ്റൻസിഫൈ ചെയ്യണം ലാസ്റ്റ്. പിന്നെ ആ ഒരു സ്റ്റെപ്പ് 2-3 സ്റ്റെപ്പ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്, ടൈം കൺസ്യൂം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ലാസ്റ്റ് ആക്കുന്നത്. അത് പക്ഷെ മുഖത്ത് ഇങ്ങനെ തൊട്ടിട്ടൊന്നുമല്ല ചെയ്യുക, ഇങ്ങനെ ആക്കിയിട്ടാണ് ചെയ്യുക. സോ ദാറ്റ് ഇവിടെ മാർക്സോ അല്ലെങ്കിൽ ഇംപ്രഷൻസോ ഒന്നും ഉണ്ടാവില്ല. അല്ലെങ്കിൽ നമ്മൾ കൈ വെച്ച് ഇങ്ങനെ ചെയ്യുമ്പോൾ ഇവിടെ ആ പാട് വീഴും. അപ്പോൾ നമ്മൾ അങ്ങനെ ശ്രദ്ധിക്കണം. കണ്ണെഴുതുകയാണെങ്കിലും അങ്ങനെയൊക്കെ ആണെങ്കിലും ആ പാർട്ട്, അതായത് നമ്മുടെ കൈയിൻ്റെ ഇംപ്രഷൻസ് മുഖത്ത് വരാത്ത രീതിയിൽ വേണം ചെയ്യാൻ. ആൻഡ് ഫൈനലി സെറ്റിംഗ് സ്പ്രേ പല ടൈപ്പും ഉണ്ട്. ഡൂയി ഫിനിഷ് വരുന്നുണ്ട്. അതായത് ഇപ്പോൾ നമുക്ക് നല്ലൊരു ഗ്ലോയി ഫിനിഷ് വേണമെങ്കിൽ അങ്ങനത്തെ ടൈപ്പ് സെറ്റിംഗ് സ്പ്രേ ഉണ്ട്. അതാണ് നിങ്ങൾ അത് വാങ്ങുമ്പോൾ അല്ലെങ്കിൽ ജസ്റ്റ് അതിൽ എഴുതിയിട്ടുണ്ടാവും ഡൂയി സെറ്റിംഗ് സ്പ്രേ. മാറ്റ് ഫിനിഷ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ളി ഇങ്ങനെ പൗഡർ ഇട്ടിട്ടുള്ള ഒരു ഫിനിഷ് ഉണ്ടല്ലോ, മാറ്റ്, ഒരു തിളക്കമൊന്നുമില്ലാത്ത ആ ഫിനിഷിന് മാറ്റ് ഫിനിഷ് സെറ്റിംഗ് സ്പ്രേ. അങ്ങനെ പല തരത്തിലുള്ള സെറ്റിംഗ് സ്പ്രേ ഉണ്ട്. സെറ്റിംഗ് സ്പ്രേ ഇട്ടതിന് ശേഷം നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം, അതൊന്ന് ജസ്റ്റ് ഫുള്ളി ഒന്ന് അബ്സോർബ് ആവാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് എൽഫിൻ്റെ മാറ്റ് മാജിക് മിസ്റ്റ് ആൻഡ് സെറ്റ് ഈ സാധനമാണ്. ഇത് വലിയ നല്ല സെറ്റിംഗ് സ്പ്രേ ഒന്നുമല്ല, പക്ഷെ ഞാനിത് അടിച്ച് തീർത്താണ്.
ഇപ്പം നിങ്ങൾ ഒക്കേഷൻസിനനുസരിച്ച് നിങ്ങൾ സെറ്റിംഗ് സ്പ്രേ മാറ്റണം. നിങ്ങൾ ഒരു പാർട്ടി അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഡ്യൂയി ഫിനിഷ് വേണമെങ്കിൽ നിങ്ങൾ ഡ്യൂയി സെറ്റിംഗ് സ്പ്രേ അടിക്കണം. നിങ്ങൾക്കൊരു മാറ്റ് ലുക്ക് വേണമെങ്കിൽ മാറ്റ് സെറ്റിംഗ് സ്പ്രേ അടിക്കണം. അപ്പം അതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഫൗണ്ടേഷനിലും എല്ലാത്തിനും അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഫൗണ്ടേഷൻ ഇപ്പോൾ ഇല്ലുമിനേറ്റിംഗ് ഫൗണ്ടേഷൻ അതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ഗ്ലോ തരുന്ന ടൈപ്പ് ഓഫ് ഫൗണ്ടേഷനാണ്. മാറ്റ് ഫിനിഷ് എന്ന് പറഞ്ഞാൽ ഒരു ജസ്റ്റ് ആ ക്ലീൻ ലുക്ക് തരുന്ന ഫൗണ്ടേഷൻസും ഉണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ കൺസിഡർ ചെയ്തിട്ട് വേണം നിങ്ങൾ വാങ്ങിക്കാൻ, ഫൗണ്ടേഷൻസും ഈ സെറ്റിംഗ് സ്പ്രേയും എല്ലാം. ഞാനിത് അടിക്കാൻ പോകട്ടോ. ഇത് കുറച്ച് ഈ ഒരു ഡിസ്റ്റൻസിൽ വെച്ചിട്ട് വേണം, നമുക്ക് ഇപ്പം മനസ്സിലാവുന്നുണ്ടോ അറിയില്ല, ഈ ഒരു ഡിസ്റ്റൻസിൽ വെച്ചിട്ട് വേണം ഇത് മുഖത്തടിക്കാൻ. മുഖത്ത് ഫുള്ളി ആവണം. ജസ്റ്റ് ഒരു 6 to 7 പമ്പ്സ്, 5 to 6 പമ്പ്സ് ആണ് ഞാൻ പഠിച്ചത്. എന്നിട്ട് വെയിറ്റ് ചെയ്യാം, മുഖമൊന്നും അനക്കാണ്ട് സമാധാനപരമായിട്ടിരിക്കുക. കണ്ടോ, ഇത് സിമ്പിൾ യെറ്റ് നാച്ചുറൽ ഫിനിഷറല്ലേ. ഈ ഒരു ഫിനിഷ് അച്ചീവ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് മെയിനായിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട സ്റ്റെപ്സ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോയ്സ്ചറൈസർ, പിന്നെ ഫൗണ്ടേഷൻ, പിന്നെ നിങ്ങൾ ഫൗണ്ടേഷൻ ബ്ലെൻഡ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ടൂള്, ഇതെല്ലാം ഇതിൻ്റെ ഒരു മെയിൻ ഘടകമാണ്. പിന്നെ ഈ ബ്ലഷൊക്കെ പ്ലേസ് ചെയ്യുന്ന ഏരിയ, അതൊക്കെ ഇതിൻ്റെ മെയിൻ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ആണ്. പിന്നെ നമ്മൾ എത്രത്തോളം ഫൗണ്ടേഷൻ യൂസ് ചെയ്യുന്നു, എത്രത്തോളം അത് ബ്ലെൻഡ് ചെയ്യുന്നു, അതൊക്കെ കൺസിഡർ ചെയ്തിട്ടാണ് ഇങ്ങനത്തെ ഒരു ഫ്ലോലെസ് ഫിനിഷ് നമുക്ക് കിട്ടുള്ളൂ. ഇപ്പം നാച്ചുറൽ ഡേ ലൈറ്റിലാട്ടോ ഞാനിപ്പോൾ നിൽക്കുന്നത്. നിങ്ങൾക്ക് ഇതിൻ്റെ ഫിനിഷ് കണ്ടാൽ മനസ്സിലാവും. ഇത് ഫൗണ്ടേഷൻ്റെ ഷെയ്ഡ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഈ ഒരു ഫിനിഷ് കിട്ടണം. അപ്പം അതൊക്കെ നിങ്ങൾ തന്നെ കണ്ടുപിടിക്കുന്നതാവും നല്ലത്. കാരണം ഞാൻ ഒറ്റയടിക്ക് കണ്ടുപിടിക്കുകയല്ല ചെയ്തിരുന്നത് ഫൗണ്ടേഷൻ്റെ ഷെയ്ഡ്. ഞാൻ കുറേ തവണ ടെസ്റ്റ് ചെയ്ത് അങ്ങനെയാണ് മനസ്സിലാക്കിയത് എൻ്റെ ഷെയ്ഡ് ഏതാണ്. പിന്നെ ചില ടൈമിൽ നമ്മളെ സ്കിന്നിൻ്റെ ഷെയ്ഡ് ഈ ടാനിങ്ങും അങ്ങനെയൊക്കെ കാരണം കളർ കൂടുക കളർ കുറയുക അങ്ങനെ ഉണ്ടാവാറുണ്ട് എനിക്ക് കേട്ടോ. അപ്പോൾ ചില ടൈമിൽ ഈ ഷെയ്ഡൊന്നും എനിക്ക് ചേരാണ്ടാവില്ല. പക്ഷേ ഈ സ്റ്റെപ്സ്, അതായത് എങ്ങനെയാണ് ഇത് ചെയ്തത് എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻറ്റുമാണ്. അപ്പോൾ ഗൈസ്, ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങളെ വാല്യുബിൾ ഫീഡ്ബാക്സ് കമൻസിലൂടെ അറിയിക്കുക. പിന്നെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അതും അറിയിക്കുക. സോ സീ യു ഓൺ നെക്സ്റ്റ് വീഡിയോ.